അങ്ങനെ ഞങ്ങൾ അതിവേഗത്തിൽ ഓടിച്ചു ബീച്ചിലെത്തി. സൺസെറ്റിന് മുന്നേ ബീച്ചിലെത്തിയപ്പോഴത്തെ കാഴ്ച, കുട്ടികൾ അങ്ങനെ നല്ല രസമായിട്ട് പട്ടം പറപ്പിച്ച് കളിക്കുകയാണ്, കൈറ്റ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മയിൽ ഞാൻ 1-2 പ്രാവശ്യം മാത്രമേ ഇങ്ങനെ കൈറ്റ് പറപ്പിച്ച് കളിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അത് നല്ല രസമാണ്. അത് നമ്മുടെ കയ്യിലിരുന്ന കൈറ്റ് ഇങ്ങനെ പറന്നു പോകുമ്പോൾ നമുക്കെന്തോ പ്രതീതിയാണ്. അതിങ്ങനെ ഉയരങ്ങളിലേക്ക് പോവും നമ്മുടെ കയ്യിലിരുന്ന്. പിന്നെ തിരമാലകൾ, അത് പിന്നെ പറയണ്ടല്ലോ. തിരമാലകൾ എത്ര പ്രാവശ്യം കാല് നനച്ച് നിന്നാലും നമുക്ക് മതിയാവില്ല. എത്ര പ്രാവശ്യം തിരമാലകൾ എണ്ണിയാലും മതിയാവില്ല. അതിങ്ങനെ ആർത്ത് ഇരച്ച് വരികയും നമ്മുടെ കാലിൽ തൊട്ട് തലോടി തിരിച്ചു പോവുകയും ചെയ്യുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു പ്രയാസം, ദേ അടുത്തത് വരുന്നു നോക്കി നോക്കി നിൽക്കും. എന്തായാലും എത്ര അതിന് പ്രായഭേദമന്യേ നമുക്ക് ബീച്ചിൽ ഇങ്ങനെ നിൽക്കാം കാലും നനച്ച്. അവധി ദിവസമായത് കാരണം ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ദൂരം നടന്ന് പോയതിന് ശേഷമാണ് കുറച്ച് ഫ്രീ സ്പേസ് കിട്ടിയത് ബീച്ചിലിങ്ങനെ ഇറങ്ങി നിൽക്കാനായിട്ട്. ബാക്കി എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന് നല്ല ക്ലിയറായിട്ട് സൺസെറ്റും കാണാമായിരുന്നു, തിരമാലകളിൽ രസിക്കുകയും ചെയ്യാമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ബീച്ചിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ട്. നമുക്കത് മനസ്സിനും തെറാപ്യൂട്ടിക്കാണ്, തിരമാലകൾ എണ്ണി ഇങ്ങനെ നിൽക്കുക.